ഞാൻ എൻ്റെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എൻ്റെ അവകാശം ഞാൻ രേഖപ്പെടുത്തി. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഓരോ ഇലക്ഷനുകളും. എൻ്റെ സ്വന്തം ബൂത്തായ മഞ്ചേശ്വരം പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 22 ബഡാജ സ്കൂളിലാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത്. തീർച്ചയായും രാവിലെ മുതൽ നല്ല പോളിംഗ് ആണ്. ഏറ്റവും മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ UDFന് ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPക്ക് വേണ്ടിയിട്ട് കർണാടകയിൽ ഒരുപാട് മിനിസ്റ്റർമാരൊക്കെ പ്രചരണം നടത്തുന്നുണ്ട്. അതൊക്കെ എങ്ങനെ കാണും? BJPക്ക് എല്ലാ കാലത്തും കർണാടക ടീമാണ് പ്രചരണം നടത്തുന്നത്. അതൊന്നും വലിയ വിഷയമല്ല. ഇപ്രാവശ്യം കർണാടക ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വ ഗവൺമെന്റ് ആയതുകൊണ്ട് കർണാടക മുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഗുണകരമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ബൂത്ത് നമ്പർ 21 2 വോട്ട് അധികമായി കാണുന്നുണ്ട്. ഞാനത് പരിശോധിച്ചു. അത് കളക്ടർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലായി പ്രശ്നം വരുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഇടപെടൽ കൂടി നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. വോട്ടിംഗ് മെഷീനെ കുറിച്ച് നിരന്തരമായി പരാതി വന്ന കാര്യമാണ്. തൊട്ടടുത്ത കർണാടക പഞ്ചായത്ത് ഇലക്ഷന് ബില്ല് കൊണ്ടുവന്ന് ബാലറ്റിലേക്ക് പോകുന്ന വാർത്തയാണ് പുതിയ കാലത്തിന്റെ ചർച്ച. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മിസ്റ്റേക്സ് വരുന്ന കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ച് ഞങ്ങൾ ಇಡಪಟ್ಟು ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ಓಕೆ. ನಮ್ಮ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ನೀವು ನೋಡ್ತಾ ಇದ್ರೆ ನಮ್ಮ ಚಾನೆಲ್ ಅನ್ನ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಪಕ್ಕದ ಬೆಲ್ ಐಕಾನ್ ಒತ್ತಿ ನಮ್ಮನ್ನ ಬೆಂಬಲಿಸಿ. ಹಾಗೆ ನಮ್ಮ ಕಾರ್ಯಕ್ರಮಗಳನ್ನ ಲೈಕ್ ಮಾಡಿ, ಕಮೆಂಟ್ ಮಾಡಿ, ಅದನ್ನ ಬೇರೆಯವರಿಗೂ ವಾಟ್ಸ್ಆಪ್ ಮೂಲಕ ಶೇರ್ ಮಾಡಿ. ನೀವು ಹೀಗೆ ಮಾಡಿದಾಗ ನಮ್ಮ ಚಾನೆಲ್ ಇನ್ನಷ್ಟು ಮತ್ತಷ್ಟು ಜನರಿಗೆ ತಲುಪಲು ನೀವು ನಮ್ಮೊಂದಿಗೆ ಸಹಕರಿಸಿದ ಹಾಗಾಗುತ್ತೆ. ಇದು ನೀವು ಯಾವುದೇ ಖರ್ಚಿಲ್ಲದೆ ಕೆಲವೇ ಸೆಕೆಂಡುಗಳಲ್ಲಿ ನೀಡಬಹುದಾದ ಸಹಕಾರ. ಧನ್ಯವಾದಗಳು.